പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് സെപ്റ്റംബർ മാസം 24-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. വേദഭാഗത്തിൽ യഹൂദന്മാരുടെ പ്രതിഷ്ഠോത്സവം അഥവാ ഹനുക്ക ഉത്സവകാലത്ത് യേശു ദേവാലയത്തിൽ ചെല്ലുന്നു. ഹനുക്ക BC 165 മക്കാബിയർ യെരുശലേം ദേവാലയം വിദ്വേഷികളിൽ നിന്ന് ശുദ്ധീകരിച്ച് ദൈവത്തിന് പുനഃസമർപ്പിച്ചതിൻ്റെ ഓർമ്മയാണ്. ഗ്രീക്ക് ചക്രവർത്തിയായ അന്തിയോക്യസ് എപ്പിഫാനസ് യെരുശലേം കൈക്കലാക്കി യഹൂദന്മാരുടെ മതാചാരങ്ങളും നിയമങ്ങളും നിരോധിച്ചു. ദേവാലയം അപമാനിക്കപ്പെട്ടു. ബലിപീഠത്തിൽ പന്നിയിറച്ചി വഴിപാടർപ്പിച്ചു. ഗ്രീക്ക് ദേവനായ സ്യൂസിൻ്റെ വിഗ്രഹം സ്ഥാപിച്ചു. ജനങ്ങളെ ബലമായി അന്യ ദൈവ ആരാധനയിലേക്ക് വഴിനടത്തി. പുരോഹിതനായ മത്തത്തിയാസും മക്കാബിയർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ നേതൃത്വത്തിൽ യഹൂദർ സമരം ആരംഭിച്ചു. 3 വർഷത്തെ പോരാട്ടത്തിന് ശേഷം യെരുശലേം വീണ്ടെടുത്തു. മലിനമായ ദൈവാലയം ശുദ്ധീകരിച്ചു. പുതിയ ബലിപീഠം നിർമ്മിച്ചു. ദേവാലയം പുനർസമർപ്പിച്ചു. 8 ദിവസം ദേവാലയം ശുദ്ധീകരിച്ച് ഉത്സവമായി ആഘോഷിച്ചു. ദേവാലയത്തിലെ വിളക്കിന് 1 ദിവസത്തെ എണ്ണ മാത്രം ഉണ്ടായിരുന്നുവെങ്കിലും 8 ദിവസം തുടർച്ചയായി അത് അണയാതെ കത്തിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ഈ അത്ഭുതത്തെ സ്മരിച്ച് ഓരോ ഭവനത്തിലും അവർ മീനോറോ അഥവാ ഹനുക്ക വിളക്കുകൾ തെളിയിക്കുന്നു. ഹനുക്ക ഉത്സവത്തിൽ യഹൂദന്മാർക്കുള്ള മത സാംസ്കാരിക പ്രാധാന്യമെന്നത് വിശ്വാസ സംരക്ഷണമാണ്. മതനിരോധനങ്ങളുടെ ഇടയിൽ യഹോവയെ ആരാധിക്കാനുള്ള വിജയം, ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം, ദൈവസാന്നിധ്യം പുനഃസ്ഥാപിച്ചതിലെ സന്തോഷം, പ്രകാശത്തിൻ്റെ ഉത്സവം, ഇരുട്ടിന്മേൽ ദൈവപ്രകാശത്തിൻ്റെ വിജയം തുടങ്ങിയ ആത്മീയ തിരിച്ചറിയൽ ഉണ്ടാകുവാനായിട്ട് സാധിച്ചു. ക്രൈസ്തവ ജീവിതത്തിന് ഇത് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് പ്രധാനം. ദേവാലയം ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിനെ സ്വീകരിച്ചവരുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമായി ശുദ്ധീകരിക്കപ്പെടണം. പാപത്തിൽ നിന്ന് തിരികെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് പുതുക്കപ്പെടൽ യാഥാർത്ഥ്യമാക്കണം. പാപത്തിൽ നിന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥനയും വചന ധ്യാനവും വഴി ഹൃദയത്തെ പുതുക്കി സമർപ്പിക്കുവാൻ ക്രൈസ്തവ ജീവിതത്തിന് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. ഹനുക്ക ദീപങ്ങൾ ഇരുട്ടിൽ വെളിച്ചം പകരുന്നതുപോലെ ക്രൈസ്തവർ ലോകത്തിൽ വെളിച്ചമായി ജീവിക്കണം. പ്രാർത്ഥന, കരുണാപ്രവൃത്തികൾ മുഖാന്തരം ക്രിസ്തുവിൻ്റെ പ്രകാശം നാം പരത്തേണ്ടതുണ്ട്. ക്രൈസ്തവരുടെ ജീവിതം ആരാധനയും സേവനവുമാകണം. ഹനുക്ക ദേശത്തിൻ്റെ മതസ്വാതന്ത്ര്യം സംരക്ഷിച്ചതുപോലെ ക്രൈസ്തവർക്കും ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും ഈ ഉത്സവം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവസാന്നിധ്യത്തെ ജീവിതത്തിൽ വീണ്ടും തെളിയിക്കാനുള്ള പുതുക്കലിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ ധൈര്യത്തെയും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നടന്നാൽ മാത്രം വരുന്ന സാക്ഷ്യത്തെയും ഈ വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസികളെ ശുദ്ധീകരിക്കുന്ന യേശുവാണ് യഥാർത്ഥ പ്രകാശം എന്നതിനാൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നടക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആയിരിക്കുവാനും അങ്ങനെ യേശുവിൽ പാർത്ത് ലോകത്തിൽ തെളിയുന്ന ജീവനുള്ള ഹനുക്ക ദീപങ്ങളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഹനുക്കായിലെ പ്രകാശം പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ
നിന്റെ പ്രകാശം തെളിയിക്കണമേ. പാപത്തിൻ്റെ മലിനതകളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ച് ജീവനുള്ള ദേവാലയങ്ങളായി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൽ ഉറച്ചു നിന്ന് ലോകത്തിൽ വെളിച്ചമായി ജീവിക്കാനുള്ള ശക്തി പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ദിവസവും നിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.